ഉമർ ഫൈസിയുടെ ഒരു പരാമർശത്തിൽ നിങ്ങൾ കള്ളന്മാർ എന്നുള്ളൊരു പ്രയോഗം വന്നു. മുഷാവറ മെമ്പർമാരെല്ലാവരെയും ഉൾപ്പെടുത്തുന്ന വിധത്തിലാണ് ആ പദപ്രയോഗം വന്നത്. അപ്പോൾ അധ്യക്ഷ പദവിയിലുണ്ടായിരുന്ന സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവറുകൾ ഈ 40 ആളും കള്ളന്മാരാണെങ്കിൽ ഞാനും അതിൽ പെട്ടല്ലോ, പിന്നെ ഞാനിവിടെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എണീറ്റു. ഇനി യോഗം നിങ്ങൾ നടത്തിക്കൊള്ളി, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പോയി എന്നുള്ളതാണ് സംഭവം. ശുദ്ധ നുണയാണ്, 100% നുണയാണ്. ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം എണീറ്റ് പോയത്. അദ്ദേഹം എണീറ്റ് പോയാൽ അദ്ദേഹത്തോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സംഭവം ഉണ്ടായത് അദ്ദേഹം ഈ 11 മണിക്ക് ആണ് സാധാരണ യോഗം തുടങ്ങാറുള്ളത്. ആ തുടങ്ങിയ യോഗത്തിൽ അദ്ദേഹം ആമുഖമായി ഒരു 10-20 മിനിറ്റ് ആമുഖ ഭാഷണം നടത്തി. ആ ആമുഖ ഭാഷണത്തിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം ഉണർത്തിയിരുന്നു, ഉമർ ഫൈസിയെ പറ്റിയുള്ള ചില ചർച്ചകൾ വരാൻ പോകുന്നുണ്ട്, അപ്പോൾ ഉമർ ഫൈസി ഒന്ന് മാറിയിരിക്കണം. അങ്ങനെ ഒരു 1.5 മണിക്കൂർ പ്രൊസീഡിങ്സ് യോഗത്തിൻ്റെ നടപടികളൊക്കെ തുടർന്ന് പോയി. പിന്നെ ഈ വിഷയത്തിലേക്ക് കടന്നപ്പോൾ വീണ്ടും അദ്ദേഹം ഉണർത്തി. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ജിഫ്രി തങ്ങൾ, ഉമർ ഫൈസിയെ പറ്റിയുള്ള ചർച്ചകൾ വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഉമർ ഫൈസി ഒന്ന് മാറിയിരിക്കുകയാണ് വേണ്ടതെന്ന്. ഈ മാറിയിരിക്കുക എന്നതിനെ സമസ്തയിൽ നിന്ന് പുറത്താക്കുന്നതും വിശദീകരിച്ചാലും വലിയ അപാരമായ ജ്ഞാനം വേണം. ലോകത്ത് നിലവിലുള്ള ഒരു യൂണിവേഴ്സിറ്റി പോയാലും ആ പഠനം കിട്ടൂല. മാറിയിരിക്കണമെന്ന് പറഞ്ഞാൽ സമസ്തയിൽ നിന്ന് മാറ്റണം, സമസ്തയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഞാൻ പറഞ്ഞതായിട്ടൊക്കെ വാർത്ത വരുന്നുണ്ട്. നിങ്ങൾ ഈ മാധ്യമക്കാർ വസ്തുതകൾ അതിൻ്റെ ശരിയായ അർത്ഥമനുസരിച്ച് ഉപയോഗിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ പൊട്ടിത്തെറി എന്ന് പറഞ്ഞത് തിരുത്തണം എന്ന് പറഞ്ഞത്. അപ്പോൾ രണ്ടാമത് തങ്ങൾ പറഞ്ഞപ്പോൾ, ജിഫ്രി തങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അതിന് ഒരു സപ്പോർട്ട് കൊടുത്തു. അദ്ദേഹം അതിന് വഴങ്ങിയില്ല. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, ഞാൻ പുറത്ത് പോകുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ ഉദ്ദേശമാര് നിങ്ങൾ ചർച്ച തുടർന്നോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പ്രസിഡന്റ് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ മാറിയിരിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഇത്രയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പ്രസിഡന്റ് 2 വട്ടം പറഞ്ഞതിന് ഒരു സപ്പോർട്ട് ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഒരു യോഗത്തിൽ വിശിഷ്യ സമസ്തയുടെ മുഷാവറ എന്നാൽ ഞാൻ വിശേഷിപ്പിക്കണില്ല. സമസ്ത മുഷാവറയിൽ അതിൻ്റെ പ്രസിഡൻ്റായ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർകൾ ഒരു നിർദ്ദേശം കൊടുത്തിട്ട് ഉദ്ദേശിക്കപ്പെട്ട മെമ്പർ ഈ 40 ആളുടെ പരസ്യമായി അതിന് എതിര് പറയുകയാണ്. അതിന് വഴങ്ങാൻ അദ്ദേഹം വിധേയനാകാതിരിക്കുകയാണ്. അതിനെയാണ് ധിക്കാരെന്ന് പറയൽ. ഇങ്ങനെ ധിക്കാരപരമായ വാക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടായപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തു. തങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക്, അല്ലെങ്കിൽ പ്രസിഡന്റ് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ മാറിയിരിക്കണം, അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചില മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് ഞാൻ അറിഞ്ഞു. സമസ്തയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഞാൻ പറഞ്ഞു. സമസ്തയിൽ നിന്ന് പുറത്താക്കൽ ഞാനല്ല.